An optically active compound has ability to rotate the beam of plane polarized light to either right or left. ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിന് ഒരു കഴിവുണ്ട്. എന്താണ്? ബീം ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് ഒന്നിക്ക് ആ ലൈറ്റിൻ്റെ പ്രസൻസിൽ റൈറ്റോ അല്ലെങ്കിൽ ലെഫ്റ്റിലോ മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാ മോണോസാക്രൈഡ്, ഓൾ മോണോസാക്രൈഡ് എക്സെപ്റ്റ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഒഴികെ ബാക്കി എല്ലാ മോണോസാക്രൈഡ്സും ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കൈറൽ കാർബൺ ആറ്റംസ്. കൈറൽ കാർബൺ ആറ്റംസ് അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ ആറ്റത്തിൻ്റെ പ്രസൻസിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും എല്ലാ മോണോസാക്രൈഡും എക്സെപ്റ്റ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ. They can rotate the beam of plane polarized light. When the beam of plane polarized light is rotated to left ലൈനിൽ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? ലീവോ റൊട്ടേറ്ററി ഷുഗർ. അതിൻ്റെ സൈന് എൽ ഓർ നെഗറ്റീവ് സൈൻ ആയിരിക്കും. എക്സാമ്പിൾ ഫ്രക്ടോസ്. വെറസ് വെൻ ദ ബീം ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് റൊട്ടേറ്റഡ് ടു റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ദ ഷുഗർ ഈസ് കോൾഡ് ആസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഷുഗർ. ഡി ഓർ പ്ലസ് സൈൻ ആയിരിക്കും. എക്സാമ്പിൾ ഗ്ലൂക്കോസ്. ദ നെക്സ്റ്റ് എ മിക്സ്ചർ കണ്ടെയ്നിങ് ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി ഐസോമേഴ്സ് ഈസ് ഫൗണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് is called racemic mixture or DL mixture. A mixture containing equal quantities of dextrorotatory and levorotatory isomers. Equal quantities, അതായത് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ദറ്റ് ഈസ് ഡെക്സ്ട്രോറൊട്ടേറ്ററി ആൻഡ് ലീവോറൊട്ടേറ്ററി, ഈ രണ്ട് ഐസോമേഴ്സും ഈക്വൽ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ റെസിമിക് മിക്സ്ചർ അല്ലെങ്കിൽ DL മിക്സ്ചർ എന്ന് പറയുന്നത്. ഈ റെസിമിക് മിക്സ്ചറിൽ റെസിമിക് മിക്സ്ചർ ദ ഓപ്പോസിറ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ രണ്ട് ഐസോമേഴ്സും ക്യാൻസൽഡ് ബൈ ഈച്ച് അതർ. ദ ഐസൊലേഷൻ ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്യുവർ ഡെക്സ്ട്രോറൊട്ടേറ്ററി, അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള പ്യുവർ ഡെക്സ്ട്രോറൊട്ടേറ്ററിയും ലീവോറൊട്ടേറ്ററി ഐസോമേഴ്സിനെയും നമ്മൾ റെസിമിക് മിക്സ്ചറിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത പ്യുവർ ഡെക്സ്ട്രോ റൊട്ടേറ്ററി, പ്യുവർ ലീവോ റൊട്ടേറ്ററി ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടിനെ റെസിമിക് മിക്സ്ചറിൽ നിന്ന്, ഇനാക്റ്റീവായിട്ടാണ് റെസിമിക് മിക്സ്ചർ എന്ന് പറയുന്നത്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതിൽ ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള കോമ്പൗണ്ടിനെ റെസിമിക് മിക്സ്ചറിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് എപ്പിമേഴ്സ്. Epimers are the isomers that differ from one another in their configuration around one specific carbon atom only. Example, D-glucose and D-mannose are epimer that are formed due to the interchange of orientation of H and OH around carbon 2. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ HOH ഓറിയൻറ്റേഷൻ അനുസരിച്ച്, ഇൻ്റർചേഞ്ച് ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ടാണ് എപ്പിമേഴ്സ് ക്രിയേറ്റ് ചെയ്തത്. ഡി ഗ്ലൂക്കോസ്, ഡി മാനോസ് ഒക്കെ എപ്പിമേറാണ്. ഓക്കെ, എപ്പിമേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐസോമേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ എപ്പിമേഴ്സ് ആർ ദി ഐസോമേഴ്സ് ആണ് ദാറ്റ് ഡിഫർ ഫ്രം വൺ അനദർ ഇൻ ദർ കോൺഫിഗറേഷൻ അറൗണ്ട് വൺ സ്പെസിഫിക് കാർബൺ ആറ്റം ഓൺലി. ഒരു സ്പെസിഫിക് കാർബൺ ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ചുറ്റുമുള്ള കോൺഫിഗറേഷൻ ചേഞ്ചസ് ആണ്. അത് കോമ്പൗണ്ടിനെ ഡിഫറെൻറ്റ് കോമ്പൗണ്ട് ആക്കി മാറ്റും. ഓക്കെ, സ്ട്രക്ചർ ശരിക്ക് സെയിം സ്ട്രക്ചർ ആയിരിക്കും, പക്ഷേ ഒരു ചെറിയൊരു മാറ്റം കോമ്പൗണ്ടിനെ തന്നെ ഡിഫറെൻ്റ് ആക്കും. ഡി ഗ്ലൂക്കോസ്, ഡി ഗാലക്ടോസ് ആർ എപ്പിമേഴ്സ് ദാറ്റ് ആർ ഫോം ഡ്യൂ ടു ഇൻ്റർചേഞ്ച് ഓഫ് ഓറിയൻറ്റേഷൻ ഓഫ് H and OH അറൗണ്ട് ഫോർത്ത് കാർബൺ ആറ്റം. ദ ഇൻ്റർ കൺവേർഷൻ ഓഫ് എപ്പിമേഴ്സ് ഈസ് നോൺ ആസ് എപ്പിമറൈസേഷൻ. എപ്പിമേഴ്സിൻ്റെ ഇൻ്റർ കൺവേർഷനെയാണ് നമ്മൾ എപ്പിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ലിവർ, ഗ്ലൂക്കോസ് ഈസ് എപ്പിമറൈസ്ഡ് ടു ഗാലക്ടോസ് ഓർ വൈസ് വേഴ്സ. ഗ്ലൂക്കോസ് ഗാലക്ടോസ് ആയിട്ട് എപ്പിമറൈസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഗാലക്ടോസ് ഗ്ലൂക്കോസ് ആയിട്ട് എപ്പിമറൈസ് ചെയ്യപ്പെടും. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം UDP ഹെക്സോസ് 4 എപ്പിമറൈസ്. UDP ഹെക്സോസ് 4 എപ്പിമറൈസിൻ്റെ പ്രസൻസിൽ ഒന്നുകിൽ ഗാലക്ടോസ് ഗ്ലൂക്കോസായി മാറും, ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഗാലക്ടോസ് ആയിട്ട് മാറും. ഡി ഗ്ലൂക്കോസും ഡി മാനോസ്, അതായത് എപ്പിമറൈസേഷൻ നടന്ന്. അപ്പോൾ ഡി ഗ്ലൂക്കോസിൻ്റെ എപ്പിമേഴ്സാണ് ഏത്? ഡി മാനോസ്. അതേപോലെ തന്നെ ഡി ഗാലക്ടോസും.
ഓക്കെ, അതിൽ ഡി ഗ്ലൂക്കോസും ഡി മാനോസും തമ്മിലുള്ള എപ്പിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് ഡി മാനോസിനുള്ളത്. പക്ഷേ എന്താ വ്യത്യാസം? സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ ആ കളർ ചെയ്തിട്ടില്ലേ, ആ സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ എച്ച് ഒ എച്ച് അറേഞ്ച്മെൻ്റാണ് വേരിയേഷൻ. അതായത് ഒ എച്ച് റൈറ്റിലും എച്ച് ലെഫ്റ്റിലും ആണെങ്കിൽ ഡി ഗ്ലൂക്കോസും, ഒ എച്ച് ലെഫ്റ്റിലും എച്ച് റൈറ്റിലും ആണെങ്കിൽ ഡി മാനോസും ആയിരിക്കും. ഓക്കെ, അതേസമയം എപ്പിമറൈസേഷൻ ഓഫ് ഡി ഗ്ലൂക്കോസ് ഇൻ ദ ഫോർത്ത് കാർബൺ ആറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ ഇതിൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഒ എച്ച് ലെഫ്റ്റിലായി കഴിഞ്ഞാൽ ഡി മാനോസ് ആവും. അതേസമയം ഫോർത്ത് കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ ഒ എച്ച് ലെഫ്റ്റിലാണെങ്കിൽ ഡി ഗാലക്ടോസ് ആവും. മനസ്സിലായല്ലോ? ഡി ഗ്ലൂക്കോസിൽ ഫോർത്ത് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് എച്ച് ഒ എച്ച് എച്ചിൻ്റെയും ഒ എച്ചിൻ്റെയും എന്താ പറയേണ്ടത് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് ഡി ഗാലക്ടോസ് ആവും. അതേസമയം ഡി ഗ്ലൂക്കോസിൻ്റെ കേസിൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് എച്ച് ഒ എച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഡി മാനോസ് ആവും. ഓക്കെ, നെക്സ്റ്റ് ആനോമേഴ്സ് ആണ്. ആൽഫ ആൻഡ് ബീറ്റ ആനോമേഴ്സ്. പ്രസൻസ് ഓഫ് ടു റിയാക്ടിംഗ് ഗ്രൂപ്പ്സ്, രണ്ട് റിയാക്ടിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. എ കാർബോണിൽ ഗ്രൂപ്പ്, കാർബോണിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സി എച്ച് ഒ ഗ്രൂപ്പ് ഇൻ ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിൻ്റെ കേസിൽ സി എച്ച് ഒ ഗ്രൂപ്പും ഫ്രക്ടോസിൻ്റെ കേസിൽ സി ഒ ഗ്രൂപ്പും. ആൻഡ് എൻ ആൽക്കഹോളിക് ഗ്രൂപ്പ്, ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ടാവും. ഓൺ ദ സെയിം ഷുഗർ മോളിക്യൂൾസ് അലൗസ് ദ സൈക്ലൈസേഷൻ ഓഫ് മോണോസാക്കറൈഡ്സ് കണ്ടെയ്നിങ് 5 or more കാർബൺ ആറ്റംസ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ടു റിയാക്ടിംഗ് ഗ്രൂപ്പ്സ്, രണ്ട് റിയാക്ടിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, കാർബോണിൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അതായത് സി എച്ച് ഒ ഗ്രൂപ്പ് ഗ്ലൂക്കോസിൻ്റെ കേസിലും ഫ്രക്ടോസിൻ്റെ കേസിൽ സി ഒ ഗ്രൂപ്പ് ആയിരിക്കും. പിന്നെ ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ടാവും. ഓൺ ദ സെയിം ഷുഗർ മോളിക്യൂൾസ് അലൗസ് ദ സൈക്ലൈസേഷൻ, അതായത് സെയിം ഷുഗർ ഗ്രൂപ്പ്സിൻ്റെ മുകളിലേക്കും ഈ ഒരു കോമ്പൗണ്ട്സ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ മോണോസാക്കറൈഡ്സ് 5 or more കാർബൺ ആറ്റംസിൽ സൈക്ലൈസേഷൻ ആയിട്ടാണ് നടക്കുന്നത്. അതായത് ഓരോ എപ്പിമേഴ്സ് ആയിട്ട് ഇങ്ങനെ അനോമേഴ്സ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇഫ് ദ റിസൾട്ടിംഗ് റിംഗ് ഹാസ് 6 atoms in cyclic structure, 6 atoms in cyclic structure, that is 5 carbon atoms and 1 oxygen atom, it is called as Pyranose ring. Okay, Pyranose ring എന്ന് പറഞ്ഞാൽ if the resulting ring has 6 atoms in cyclic structure, 5 carbon atoms and 1 oxygen atom, it is called as Pyranose ring. If it is 5-membered ring structure, that means 4 carbon atoms and 1 oxygen atom, it is called as Furanose ring. ആ പൈറാനോസ് റിങ്ങിൻ്റെയും ഫ്യൂറാനോസ് റിങ്ങിൻ്റെയും ചിത്രം നമ്മൾ അടുത്തതിൽ പഠിക്കും കേട്ടോ, അടുത്ത പവർ പോയിന്റിൽ പഠിക്കും. In cyclic form of glucose, due to formation of hemiacetal ring, the carbon 1 becomes a symmetric carbon atom with 4 different groups attached to it and is called as anomeric carbon. അതായത് സൈക്ലിക് ഫോം ഓഫ് ഗ്ലൂക്കോസിൻ്റെ കേസിൽ പിന്നെ ഹെമിഅസെറ്റൽ റിംഗ് ഫോം ചെയ്യും. ആ സമയത്ത് കാർബൺ ആറ്റം 1-ൽ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ അസിമെട്രിക് കാർബൺ ആറ്റം ആയിരിക്കും. കാരണം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ആനോമറിക് കാർബൺ ആറ്റം എന്നും പറയും. ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റീരിയോ കെമിസ്ട്രീൻ്റെ ബേസിലാണെങ്കിൽ ഒ എച്ച് ഗ്രൂപ്പിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ടായിരിക്കും ആനോമറിക് കാർബൺ ആറ്റം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. 2 isomers of cyclic form of glucose are possible. These isomers are called anomers. ഓക്കെ, അതായത് ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ സൈക്ലിക് ഫോമിൽ 2 ഐസോമേഴ്സിനെ ഫോം ചെയ്യാൻ പറ്റും. ഈ 2 ഐസോമേഴ്സിനെ നമ്മൾ ആനോമർ എന്നും കൂടി പറയും. സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ബേസിസിൽ ഒ എച്ച് ഗ്രൂപ്പിൻ്റെ ഓറിയൻറ്റേഷനാണ് നമ്മൾ നോക്കുന്നത്. ആൽഫ ആനോമർ ഓഫ് ഗ്ലൂക്കോസ്, ദറ്റ് ഈസ് ആൽഫ ഡി ഗ്ലൂക്കോസ്. In case of alpha anomer, OH group on anomeric carbon atom extend to right. റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ C1 ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആൽഫ കാർബൺ ആറ്റം അല്ലെങ്കിൽ ആൽഫ ആനോമർ എന്ന് പറയുന്നത്. ആൽഫ കാർബൺ ആറ്റം അല്ല, ആൽഫ ആനോമർ എന്ന് പറയുന്നത്. ആൽഫ ആനോമർ ഓഫ് ഗ്ലൂക്കോസ് ഓർ ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ബീറ്റ ആനോമർ ഓഫ് ഗ്ലൂക്കോസ് ഓർ ബീറ്റ ഡി ഗ്ലൂക്കോസ്. ഇൻ കേസ് ഓഫ് ബീറ്റ ആനോമർ, OH ഗ്രൂപ്പ് ഓൺ ആനോമറിക് കാർബൺ ആറ്റം, ദറ്റ് മീൻസ് C1 എക്സ്റ്റെൻഡ് ടു ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ബീറ്റ ആനോമർ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ബോത്ത് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരിക്കും. ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ഹാവ് സ്പെസിഫിക് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഉണ്ടാവും. അതായത് +112 ഡിഗ്രിയിലും അതേപോലെ തന്നെ +19 ഡിഗ്രി, ദാറ്റ് മീൻസ് 19 ഡിഗ്രിയിലും നമ്മളെ ആൽഫ ഡി ഗ്ലൂക്കോസ് 112 ഡിഗ്രിയിലും ബീറ്റ ഡി ഗ്ലൂക്കോസ്
നയൻറ്റീൻ ഡിഗ്രിയിലും ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഒപ്റ്റിക്കലി റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്രിസ്റ്റലൈൻ ഗ്ലൂക്കോസ് എക്സിസ്റ്റ് ഇൻ ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ് ഫോം വെൻ ഇറ്റ് ഈസ് ഡിസോൾഡ് ഇൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ഓൾദോ ഇറ്റ്സ് സൈക്ലിക് ഫോം ഈസ് റിറ്റെയിൻഡ് ഇൻ അക്വസ് സൊല്യൂഷനിൽ സൈക്ലിക് ഫോം റീറ്റെയിൻ ചെയ്യപ്പെടും. ബട്ട് ഇറ്റ് അണ്ടർഗോസ് ഐസോമറൈസേഷൻ അറ്റ് ആനോമറിക് ടു ഗിവ് റൈസ് an equilibrium mixture of both alpha D glucopyranose. About 37%ഓളം മിക്സ്ചർ കണ്ടെയ്ൻഡ് ആയിരിക്കും, ഐസോമറൈസേഷൻ കണ്ടെയ്ൻഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് അണ്ടർഗോസ് ഐസോമറൈസേഷൻ നടന്നിട്ടുണ്ടാവും about 37%ഓളം. ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോപൈറാനോസ് about 62%. The equilibrium mixture also contains about 1% of glucose in the form of alpha D glucofuranose, beta D glucofuranose and acyclic aldehyde ഓപ്പൺ ചെയിൻ ഫോം ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ നോക്കിക്കോളൂ, ആനോമറിക് കാർബൺ ആറ്റം നിങ്ങൾ കണ്ടല്ലോ, ഫസ്റ്റ് കാർബൺ ആറ്റം ആനോമറിക് കാർബൺ ആറ്റം OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ദെൻ ബീറ്റ ആനോമർ ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, സൈക്ലിക് സ്ട്രക്ചറാണ്, അതായത് പൈറാനോസ് റിംഗ് ഗ്ലൂക്കോ പൈറാനോസ് റിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 4 കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ 5 കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ ഒരു ഓക്സിജൻ ആയിരിക്കും. 5 കാർബണും ഒരു ഓക്സിജനും. ഓക്കെ, 5 കാർബണും ഒരു ഓക്സിജനും ആണെങ്കിൽ അതിനെയാണിത് 5 കാർബൺ അല്ലേ, 5 കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഓക്സിജൻ. ഓക്കെ, അതാണ് ബീറ്റ ഡിയാനോമർ. നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, പൈറാനോസ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാർബൺ ആറ്റംസ് 1 ഓക്സിജൻ. അതേസമയം ഫ്യൂറാനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാർബൺ ആറ്റം 1 ഓക്സിജൻ. ഓക്കെ.